അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടക്കാൻ ആഗ്രഹമുണ്ടോ ചെറുപ്പക്കാരാ? പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ തന്നെ നിനക്ക് സ്വർഗ്ഗം വാങ്ങിത്തരാ. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ. നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്റെ കൂടപ്പറപ്പുകളും നിന്റെ കുടുംബക്കാരും നിന്റെ മക്കള് പോലെ തിരിഞ്ഞു നോക്കാത്ത നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് എല്ലാവരും നിന്നെ കൈയിടിയുന്ന ദിവസം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കൈപിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ആ ഒരു നല്ല വിഭാഗത്തിൽ നിനക്ക് പെടാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു, റബിയാ, എങ്കിലും നിനക്ക് എന്റെ കൂടെ സ്വർഗ്ഗത്തിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിനക്ക് സ്വർഗ്ഗം വേണോ റബിയാ? വേണം നബിയേ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഫഅനി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്. നീ ഒരു നന്മ ചെയ്യണേ റബിയാ, നീ ഒരു നന്മ ചെയ്യണേ റബിയാ. സ്വർഗ്ഗം ഞാൻ നിനക്ക് വാങ്ങിത്തരാ. നാളെ സ്വർഗ്ഗത്തിലും എന്റെ കൂടെ ഇതുപോലെ നടക്കണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തതൊരു നന്മയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു നന്മ പറഞ്ഞു കൊടുക്കുകയാ. ഏത് നന്മയാണ് പറഞ്ഞു കൊടുത്തതെന്നറിയോ? റബിയാ, നീ അധികമായിട്ട് സുജൂദ് ചെയ്യണേ റബിയാ. നീ അധികമായിട്ട് സുജൂദ് ചെയ്യണേ, നീ അധികമായിട്ട് സുജൂദ് ചെയ്യണേ. അധികമായിട്ട് സുജൂദ് ചെയ്താൽ നാളെ സ്വർഗ്ഗത്തിൽ നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ, ഈ നിരന്നിരിക്കുന്നവർ മുഴുവനും സുജൂദ് ചെയ്യുന്നവരാണ്. ഞാനും നിങ്ങളും ചെയ്യുന്നവരാണ്. പക്ഷേ സുജൂദ് എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും ഇതുവരെ തിരിഞ്ഞിട്ടില്ലല്ലോ. ആ സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അല്ലാഹു പറഞ്ഞല്ലോ, എന്റെ മുന്നിലല്ലാതെ നിങ്ങൾ ഈ ലോകത്ത് ഒരാളുടെ മുന്നിലും സുജൂദ് ചെയ്യാൻ പാടില്ല. ആ സുജൂദിന്റെ മഹത്വമത, ആ സുജൂദിന്റെ ശ്രേഷ്ഠതയതാ. ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. മനുഷ്യരായ നമ്മൾ മാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുകയാ. ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാ വസ്തുക്കളും അല്ലാഹുവിന് വേണ്ടി, സൂര്യനും ചന്ദ്രനുമാകട്ടെ, ഗോളങ്ങളും നക്ഷത്രങ്ങളുമാകട്ടെ, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുകയാ. അല്ലാഹു പറയുകയാണ്, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബ് വകസീറും മിനന്നാസ്. അല്ലാഹു പറയുകയാണ്, ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും, അതാ ഭൂമിയിലുള്ളതും ആകാശത്തിലുള്ളതും, വശംസു സൂര്യനാകട്ടെ, വൽ ഖമറു ചന്ദ്രനാകട്ടെ, വന്നുജൂമു പടച്ചവനെ നക്ഷത്രങ്ങൾ, വൽ ജിബാലു പർവ്വതങ്ങൾ, വസ്സജറു പടച്ചവനെ വൃക്ഷങ്ങൾ, ഇഴജന്തുക്കൾ, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു അവസാനം പറയുകയാ, വകസീറും മിനന്നാസ്. അല്ലാഹു പറയുകയാണ്, ജനങ്ങളിലധികം പേര്, ജനങ്ങളിൽ കുറച്ചു പേര് എന്റെ പ്രിയപ്പെട്ടവര് അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ടെന്ന് ഖുർആൻ പറയുമ്പോ, ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുകയാ. അതാ ഒരിക്കൽ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുകയാണ്, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കും, അബൂദറേ, ഈ സൂര്യൻ എവിടെ പോകുന്നതെന്ന് നിനക്കറിയുമോ അബൂദറേ? വൈകുന്നേര സമയത്ത് ഇങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാ, അബൂദറേ, ഈ സൂര്യൻ എവിടെ പോകുന്നതാണെന്ന് നിനക്കറിയുമോ? എല്ലാ ദിവസവും വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നുണ്ട്, രാവിലെ തിരിച്ചു വരുന്നുണ്ട്. ഇതെവിടെ പോകുന്നതാണെന്ന് നിനക്കറിയുമോ എന്ന് നബിയിന റസൂലുള്ളാഹി ഉറക്ക നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്.
അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അബൂദർ ഇത് എവിടെ പോകുന്നതാണെന്ന് നിനക്കറിയോ? എവിടാ പോകുന്നേ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഈ സൂര്യൻ എവിടെ വൈകുന്നേര സമയത്ത് പോണേ? വൈകുന്നേര സമയത്ത് സൂര്യൻ അസ്തമിക്കുന്നു, രാവിലെ ഉദിച്ചു വരുന്നു. നബി തങ്ങൾ ചോദിച്ചത് എവിടെ പോകുന്നു? അറിയില്ല നബിയെ. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, മഹാനായ ഖുൽതു അല്ലാഹു വറസൂലുഹു അലം ഖാല ഫഇന്നഹാ തദ്ഹബു ഹത്താ തസ്ജുദു തഹ്തൽ അർശ്. നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴ്ഭാഗത്തേക്കായി ഈ സൂര്യൻ അസ്തമിച്ചു പോകുന്നത്. ഈ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെ പോയിട്ട് സുജൂദിൽ കിടക്കുമെന്ന് അള്ളാഹുടെ മുന്നിൽ. അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴ്ഭാഗത്ത് പോയി സൂര്യൻ അവിടെ നിന്ന് സുജൂദിൽ കിടക്കും. എന്നിട്ട് അള്ളാഹുവിനോട് അനുവാദം ചോദിക്കും. അള്ളാഹു പറഞ്ഞു വിടുമ്പോഴാണ് അത് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് എന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ആ സൂര്യൻ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ചെയ്യുന്നു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദി തൗഅൻ വ കർഹൻ വ ളിലാലുഹും ബിൽ ഉദൂവി വൽ ആസാൽ. ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ആകാശത്തിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ സർവ്വ വസ്തുക്കളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് ഖുർആൻ പറയുകയാണ്. അദാ വന്നജ്മു വശജറു അല്ലാഹു പറയുകയാണ്, നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നു. വശജറോ കാണുന്ന ഇലകളും വൃക്ഷങ്ങളും ചെടികളും ഉണ്ടല്ലോ, അതുപോലും അല്ലാഹുവിന് സുജൂദ് ചെയ്യുകയാ. അതാ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുമ്പോ അല്ലാഹു പറയുകയാണ്, മലക്കുകളും എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. വൃക്ഷങ്ങൾ മാത്രമല്ല, അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്നല്ലദീന ഇൻദ റബ്ബിഹിം ലാ യസ്തക്ബിറൂന അൻ ഇബാദതി വയുസബ്ബിഹൂന വലഹു യസ്ജുദൂൻ. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും അല്ലാഹുവിനെ വിടന്ന് സുജൂദ് ചെയ്യുകയാണ്. സർവ്വതും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നു എന്ന് അല്ലാഹു പറയുകയാണ്. ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ. അല്ലാഹുവിന് സർവ്വതും സുജൂദ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും സുജൂദ് ചെയ്യണേ, നിങ്ങളും സുജൂദ് ചെയ്യണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദ് ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? സുജൂദ് ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഉ വസ്ജുദൂ വഅബ്ദൂ റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. സുജൂദ് ചെയ്യുന്നവർക്ക് പ്രതിഫലമുണ്ട്, അവർക്ക് വിജയമുണ്ടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാനും നിങ്ങളും ഓരോ ദിവസം 5 നേരം 5 വഖത്ത് നിസ്കരിക്കുമ്പോ ഒരുപാട് സുജൂദ് ചെയ്യുന്നവരാ. ഫർള് നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ ഒരുപാട് സുജൂദ് ചെയ്യുന്നവരാണല്ലോ. ഈ സുജൂദിന്റെ പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് എണ്ണി പറയുകയാണ്, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരികയാ. അതുകൊണ്ട് ഇനി മുതൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പ്രതിഫലത്തെ കുറിച്ചുള്ള ചിന്തയോടുകൂടി വേണം. ഈ സുജൂദ് ചെയ്യുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ സുജൂദ് ചെയ്യാൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുകയാ. ഇനിയെങ്കിലും നിങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് നിങ്ങൾ സുജൂദ് ചെയ്യ്. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളിലൻ മിനല്ലാഹി വറിദ്വാൻ സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ്. സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം പറയുകയാണ്, സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ്.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, സുജൂദിന്റെ അടയാളം അവരുടെ മുഖത്ത് പ്രകാശിക്കും, അവരുടെ മുഖത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, എടോ സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് അതിന്റെ അടയാളം കാണും. സുജൂദിന്റെ അടയാളം ഒരു മനുഷ്യന്റെ മുഖത്ത് കാണുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് അതിന്റെ അടയാളമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സുജൂദിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ നിസ്കാര തഴമ്പ് മാത്രമല്ല, അത് ആദ്യം മനസ്സിലാക്കുക. 10-50 വർഷക്കാലം അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്ത പലരുടെയും മുഖത്ത് നിസ്കാര തഴമ്പില്ല. ഇന്നലെ കുളിച്ചു പള്ളി കയറിയവന് ചിലപ്പോൾ തഴമ്പുണ്ടാകും, അത് വേറെ. എടാ, ഈ സുജൂദിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ നിസ്കാര തഴമ്പ് മാത്രമല്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, നിത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ കാണാം അവന്റെ മുഖത്ത് ഈമാനിന്റെ ഒരു പ്രകാശമുണ്ടാകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചില ആൾക്കാരെ കണ്ട ചിലപ്പോൾ പ്രായം തോന്നിക്കൂല, താടിക്ക് നീളമില്ല, VVIPകൾ എഴുന്നേറ്റ് വരുമ്പോൾ ചിലപ്പോൾ ഇരിക്കും. എന്നാൽ ചില ആൾക്കാർ വരുമ്പോൾ നമ്മൾ അറിയാതെ എഴുന്നേറ്റ് പോകും. ചില ആൾക്കാർ വരുമ്പോൾ നമ്മൾ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റില്ല, ആദരിച്ചില്ല, അതൊന്നും അങ്ങനെ കിട്ടണതല്ല. ചില ആൾക്കാരെ കണ്ടാൽ തന്നെ അറിയാതെ അങ്ങ് എഴുന്നേക്കും. പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ വരുന്ന ചില വാപ്പന്മാരുടെ കയ്യിൽ പിടിച്ചവരുടെ, ഉപ്പ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ, അദ്ദേഹം വലിയല്ല, ഹാഫിളല്ല, ആലിമല്ല, തങ്ങളല്ല, മഹാനല്ല. എന്നാലും ചില ആൾക്കാരെ കാണുമ്പോൾ കൈ പിടിച്ചിട്ട് നമ്മൾ പറയും ദുആ ചെയ്യണേ. കാരണം എന്തേ? അവരുടെ മുഖത്ത് കാണാം ഒരു വെളിച്ചം. അള്ളാഹു നമുക്ക് ആ വെളിച്ചം നൽകുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബഹി നമസ്കരിക്കാത്ത ഒരുത്തൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം. സുബഹി നമസ്കരിക്കാത്ത ഒരാളുടെ മുഖത്ത് ഈമാനിന്റെ വെളിച്ചം ഉണ്ടാകില്ല എന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു. മുത്തി നബിയാ പറഞ്ഞത്. ചില ദിവസം നിങ്ങൾ ഉദാഹരണം നോക്ക്, സുബഹി നമസ്കരിക്കാത്ത ദിവസം നീ എത്ര വലിയ ഗ്ലാമറുള്ളവനാണെങ്കിലും കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എന്തോ ഒരു പ്രയാസമുള്ളതുപോലെ മുഖത്തൊങ്ങുന്നു. എന്നാൽ ചില ദിവസം കാണുമ്പോൾ സുബഹി നിസ്കരിച്ച ദിവസം എന്താണ് നിനക്ക് ഇത്ര സന്തോഷം, മുഖത്തൊക്കെ ഒരു വെളിച്ചം ഉണ്ടല്ലോ, അത് വേറൊന്നുമല്ല, അത് ഈമാനിൻ്റെ വെളിച്ചമാണ്. സുബഹി നിസ്കരിക്കാത്തവൻ്റെ മുഖത്ത് വെളിച്ചമുണ്ട്, ഈമാനിൻ്റെ വെളിച്ചം ഉണ്ടാകില്ല. ശൈത്താൻ്റെ മൂത്രവും ചുമന്നുകൊണ്ട് നടക്കുന്നവൻ എന്ത് വെളിച്ചം? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു മുഖത്ത് കൊടുക്കുന്ന ഒരു വെളിച്ചം, ഒരു ഈമാനിൻ്റെ പ്രകാശം, അത് അള്ളാഹു കൊടുക്കുന്ന ഒരു വലിയ അംഗീകാരം, ഒരു നിഅമത്ത്. അതെല്ലാവർക്കും കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് പറഞ്ഞ് നിങ്ങൾ നിസ്കരിക്ക്. നബി തങ്ങൾ പറഞ്ഞു, ഖുർആൻ പറയുന്നു, നിസ്കരിക്കുന്നവൻ അധികമായിട്ട് സുജൂദ് ചെയ്യുന്നവൻ, ആ സുജൂദ് ചെയ്യുന്നവന്റെ മുഖത്തൊരു വെളിച്ചമുണ്ടാകും, ഒരു ഈമാനിന്റെ പ്രകാശമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, 5 നേരം നിസ്കരിക്കുന്നവന് വല്ലാത്ത മഹത്വമാണ്, വല്ലാത്ത പ്രതിഫലമാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഒരു ദിവസം എന്ത് ചെയ്താലും നന്നാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്താലും നേരെയാകില്ല. അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ. ഒരു ജീവിക്കാൻ വേണ്ടി ഒരു കട തുടങ്ങി, എന്നിട്ട് നിനക്ക് ആ കട കൊണ്ട് എന്തെങ്കിലും സന്തോഷമോ ബർക്കത്തോ ഉണ്ടോ? ഇല്ല. സമാധാനത്തോടു കൂടി ജീവിക്കാൻ ഒരു വീട് വെച്ചു, വല്ല സമാധാനം ഉണ്ടോ? ഇല്ല. ഞാൻ അതിൻ്റെ കാരണം പറയാം. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു ദിവസം നീ എന്ത് ചെയ്താലും, അത് വെള്ളിയാഴ്ചയാണെങ്കിലും റമളാൻ മാസമാണെങ്കിലും ഏത് ദിവസമാണെങ്കിലും, ഒരു ദിവസം നീ എന്ത് ചെയ്താലും അതിൽ ബറക്കത്തുണ്ടാകില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. ഏത് ദിവസവാ? ഏത് ദിവസവാ? പറയട ചങ്ങാതിമാരെ, നീ സുബഹി നിസ്കരിക്കാത്ത ദിവസം. നീ സുബഹി നിസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താലും, ലുലു മാൾ തുറന്നാലും പൂട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ കട ഉദ്ഘാടനം ചെയ്തതാരാ? 5 വഖത്ത് നിസ്കരിക്കുന്ന ആളാ. എൻ്റെ വീടിന് കുറ്റിയടിച്ച ആളാരാ? ചിന്തിക്കടോ. ഇവിടെ സുബഹി നിസ്കരിക്കാത്ത ദിവസം നീ എന്ത് ചെയ്താലും അതിൽ ബർക്കത്തില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ലൈവ് ആയതുകൊണ്ട് ഇത്രേ പറയാൻ പറ്റൂ, ഇത്തിരി കൂടെ കടന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടാ ഈ കൊണ്ടുള്ള ഉപകാരം, അതാ ഈ ലൈവ് കൊണ്ടുള്ള ഉപകാരം ഒന്നും പറയാൻ പറ്റൂല. എവിടെ ക്ലിപ്പ് ഇറങ്ങുമെന്ന് അറിയില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ.
ഇവിടെ ഇറങ്ങുന്ന കാലമായതുകൊണ്ടൊന്നും പറയാൻ പറ്റാത്ത. സുബഹി നിസ്കരിക്കാത്ത ദിവസം പരീക്ഷയ്ക്ക് പോകുവാണെങ്കിൽ പോണ്ട മോളെ, തോറ്റുപോകും. ഇൻ്റർവ്യൂവിന് പോവാണോ, വെറുതെ പോകുന്നതാ, അത്രയും സമയം വേസ്റ്റ്, പോയിട്ട് കാര്യമൊന്നുമില്ല, ബർക്കത്തുണ്ടാകില്ല. ഞാൻ പറഞ്ഞതല്ല, നബിതങ്ങൾ പറഞ്ഞതാ. പൂച്ച കുറുക്കിയാടി എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പൊക്കോ. ചൂലും കൊണ്ട് ഫ്രണ്ടിൽ കൂടെ നടന്നെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല, പൊക്കോ. ബാക്കിൽ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. സുബഹി നിസ്കരിച്ചില്ലേ, പോയിട്ട് കാര്യമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇത് മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയേ. ഒരു ദിവസം സുബഹി നിസ്കരിച്ച മകളുടെ മുഖത്ത് നോക്കണം, ഒരു ദിവസം നിസ്കരിക്കാതെ കിടക്കുന്നവരുടെ മുഖത്ത് നോക്കണം, അപ്പം തന്നെ മനസ്സിലാകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ സുജൂദ് വലിയ മഹത്വമുള്ളതാ. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളൊക്കെ സുജൂദ് ചെയ്യുന്നത് പോട്ടെ, എല്ലാവരും സുജൂദ് ചെയ്യുന്നവരാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ സുജൂദാകണമെങ്കിൽ എങ്ങനെ ചെയ്യണം? സുജൂദ് കണ്ടിട്ടില്ലേ? ചിലർ സുജൂദ് ചെയ്യുന്നത് നെറ്റി കുത്തിക്കിടക്കും, മൂക്ക് പൊങ്ങിയിരിക്കും. ചിലർ സുജൂദ് ചെയ്യുന്നത് കുട്ടികൾ ചെയ്യണ പോലെ നെറ്റി മാത്രം തറയിൽ. ഇപ്പം പിന്നെ ഇപ്പോഴത്തെ പുള്ളന്മാരുടെ മുടിയായിരിക്കും അടി കിടക്കണത്, ഇങ്ങനെ പെണ്ണുങ്ങളുടെ മുടി കിടക്കണ പോലെയല്ലേ. സുജൂദ് അവയവങ്ങളുണ്ട്, 7 അവയവങ്ങളാണ് സുജൂദിലുള്ളത്. ആ 7 അവയവങ്ങളും പരിപൂർണമായി വെച്ച് ചെയ്യുന്നതിനാ സുജൂദ് എന്ന് പറയുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 7 അവയവങ്ങൾ ഏതാ? 1 നെറ്റിത്തടം, 2 മൂക്ക്, 3 2 കൈ, 4 കാൽമുട്ട് 2 പിന്നെ കാലിൻ്റെ എങ്ങനെ വിരൽ വെക്കേണ്ടത്? സുജൂദിൽ എങ്ങനെ വിരൽ വെക്കേണ്ടത്? അധികം പേരും സുജൂദ് ചെയ്യുമ്പോൾ വിരലിങ്ങനെ കുത്തിയാ വെക്കാറ് ഇല്ലേ? പഠിക്കണം കേട്ടോ അതിനെക്കുറിച്ച്. വിരലിൻ്റെ അടിഭാഗമാണോ സുജൂദ് ചെയ്യുന്ന സമയം നിൽക്കേണ്ടത്, അതോ വിരൽ കുത്തിയാണോ വെക്കേണ്ടത് എന്ന് നല്ലതുപോലെ ഒന്ന് പോയി പഠിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവൻ അള്ള കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? നമ്മളിലധികം പേരും സുജൂദ് ചെയ്യുമ്പോൾ വിരലിങ്ങനെ കുത്തിവെക്കും. സത്യത്തിൽ വിരലിൻ്റെ അടിഭാഗം, നമ്മുടെ കാലിൻ്റെ അടിഭാഗം വെക്കണമെന്നാ. നമ്മളിങ്ങനെ വിരൽ കുത്തിവെക്കും. ആ വിരൽ കുത്തിവെച്ച് സുജൂദ് ചെയ്യുന്നവന് കിട്ടുന്ന ശിക്ഷ എത്ര വലുതാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നതല്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന 1-ാമത്തെ പ്രതിഫലം, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന 1-ാമത്തെ പ്രതിഫലം, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. സുജൂദിന്റെ അടയാളം അവന്റെ മുഖത്തുണ്ടാകും. അവന്റെ മുഖത്ത് ആ പ്രകാശം കാണുമെന്നല്ലാന്റെ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ 2-ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, കല്ലാലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരാ. അല്ലാഹുവിന്റെ സാമീപ്യം വേണമെന്ന് കൊതിക്കുന്നവരല്ലേ? അല്ലാഹുവിന്റെ സാമീപ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നീ സുജൂദ് ചെയ്യുകയും അല്ലാഹുവിന്റെ സാമീപ്യം നേടുകയും ചെയ്യുക. ഒരാള് സുജൂദിൽ കിടക്കുന്ന സമയത്താണ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഏറ്റവും കൂടുതൽ അവൻ അടുക്കുന്നത്. അവൻ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അവൻ സുജൂദിൽ കിടക്കുന്ന സമയമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം ഏതെന്നറിയോ? ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം ഏതെന്നറിയോ? അത് സുജൂദിൽ കിടക്കുന്ന സമയമാണ് സ്വഹാബാ. അത് സുജൂദിൽ കിടക്കുന്ന സമയമാണ് സഹാബാ. അതുകൊണ്ട് പറയുകയാ, ഫഅക്സിർ ദുആ.
അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അപ്പൊ നിങ്ങൾ അധികമായിട്ട് ദുആ ചെയ്യണേ. ഇവിടെ ഇരിക്കുന്നവർ പലരും പറയും, ഉസ്താദ് ഇന്ന് മജ്‌ലിസുൻ നൂറിന്റെ വാർഷികമായിരുന്നല്ലോ, എന്തിനാടോ കടന്നു വന്നത്? വഅദ് കേൾക്കാൻ മാത്രമല്ലല്ലോ. പടച്ചവനെ, സയ്യിദ് അവറുകൾ അവിടുന്ന് ദുആ ചെയ്തപ്പോ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുന്നതിന്റെ കാരണം എന്തെന്നറിയുമോ? ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും പ്രതിസന്ധികളുമായിട്ട് കഴിയുന്നവരാ. ഞാനും നിങ്ങളും ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് പ്രയാസമാണ്. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, സമാധാനമില്ലാത്തവർ, പടച്ചവനെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയവർ, മക്കളില്ലാത്തവർ, നല്ല ഒരു ജീവിതമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, പ്രയാസത്തിന്റെ നടുവിലൂടെയാ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഉസ്താദേ, ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട്, മക്കളെ കിട്ടുന്നില്ല. ഒരുപാട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുകയാണ്. കടങ്ങൾ മാറുന്നില്ലല്ലോ, പലിശയിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. ഉസ്താദേ, കച്ചവടത്തിൽ അഭിവൃദ്ധിയില്ലല്ലോ, സമാധാനമുള്ള ഒരു ജീവിതം കിട്ടുന്നില്ലല്ലോ, എത്ര ദുആ ചെയ്തിട്ടും അല്ലാഹു സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് പരാതി പറയുന്ന പെങ്ങള്, ദുആ ചെയ്താ സ്വീകരിക്കുന്ന ഒരു സമയം പറഞ്ഞു തരാം. ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന ഒരു സമയം പറഞ്ഞു തരാം. എപ്പോ ദുആ ചെയ്യണമെന്നറിയോ? നീ നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്തിട്ടുണ്ട്, സദഖ കൊടുത്തിട്ട് ദുആ ചെയ്തിട്ടുണ്ട്, ദിക്റുകൾ പറഞ്ഞിട്ട് ദുആ ചെയ്തിട്ടുണ്ട്, മജ്‌ലിസുൻ നൂർ പാരായണം ചെയ്തിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ സുജൂദിൽ കിടന്ന് ഇന്ന് വരെ ദുആ ചെയ്തിട്ടുണ്ടോ? നീ ഇന്ന് വരെ സുജൂദിൽ കിടന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ. ഒരടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദിൽ കിടക്കുമ്പോഴാ. ആ സുജൂദിൽ കിടക്കുന്ന സമയത്ത് നീ ദുആ അധികരിപ്പിക്കൂ. ആ സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യൂ, സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യൂ. അല്ലാഹുവേ, നിന്റെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോ, ആരാടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സുജൂദിൽ കിടന്ന് ദുആ ചെയ്ത ആരാവുള്ളത്? ആ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്. മുത്തുനബി എവിടെന്ന് പറയുമ്പോ നമുക്കെങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. പടച്ചവനെ, എങ്ങനെയെങ്കിലും കാക്ക കൊത്തുന്നത് പോലെ ഒന്ന് കൊത്തിയിട്ട് എഴുന്നേറ്റ് ഓടുന്ന നിനക്കെവിടെയാടാ? നിസ്കരിക്കുന്ന സമയത്ത് പോലും നേരെ ചൊവ്വ സുജൂദ് ചെയ്യാൻ ഒരു മടി കാണിക്കുന്ന മുസ്ലിമേ, എങ്ങനെയാണ് സുജൂദിൽ കിടന്നുകൊണ്ട് പടച്ചവനോട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയാൻ എങ്ങനെയാ നമ്മളെ കൊണ്ട് കഴിയുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടുള്ളവർക്ക് കടം വന്നാൽ, പണ്ടുള്ളവർക്ക് പ്രയാസം വന്നാൽ അവർ പള്ളിയിലേക്ക് പോകും. നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു വയ്ക്കേ, നമ്മുടെ വാപ്പയ്ക്കോ നമ്മുടെ ഉമ്മയ്ക്കോ എന്തെങ്കിലും പ്രയാസം വന്നാൽ അവർ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും. എന്നിട്ട് അതിന് പരിഹാരം കാണുമായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നോ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ കള്ളിഷാപ്പിൽ പോയിരിക്കും, അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കും. ഇതാ നമ്മുടെ അവസ്ഥ. പണ്ടുള്ളവരങ്ങനല്ല, അവർ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ച് സുജൂദിൽ കിടന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും, പടച്ചവൻ എനിക്കൊരു പരിഹാരം താ. അതായിരുന്നു അവർക്കറിയാമായിരുന്നു. അവർക്ക് വിവരമില്ലെന്ന് നമ്മളിപ്പോൾ പറയുന്നത്, നമുക്ക് ബുദ്ധി കൂടിയത് കൊണ്ട്. അവർക്കൊന്നും വിദ്യാഭ്യാസമില്ലായിരുന്നു, നിന്നെപ്പോലെ വലിയ മഹാന്മാരൊന്നും ആയിരുന്നില്ല. പക്ഷെ അള്ളാഹു ആരാണെന്ന് അവർ പഠിച്ചിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ റമളാൻ മാസത്തിൽ ഉംറയ്ക്ക് പോയി. റമളാൻ മാസത്തിൽ ഉംറയ്ക്ക് പോയപ്പോൾ പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ മതാഫിൽ തവാഫ് കഴിഞ്ഞിട്ട് മഖാമ ഇബ്രാഹീമിൻ്റെ മുന്നിൽ വന്ന് നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്നിട്ടൊരു പ്രായം ചെന്ന പിതാവ് ആ കഅബയുടെ മുന്നിൽ സുജൂദിൽ കിടക്കുന്നുണ്ട്. കഅബാലയത്തിൻ്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ടൊരു പിതാവ് വല്ലാതെ കരയുന്നുണ്ട്. ആ പിതാവ് മലയാളിയാണ്, ദുആ ചെയ്യുന്നുണ്ട്. ഞാനും സുജൂദിൽ ഇങ്ങനെ കിടന്ന് എന്താ ഈ പിതാവ് പറയുന്നത്? പടച്ചവനെ, എൻ്റെ പൊന്നുമോൻ്റെ കള്ളുകുടി നീ മാറ്റണേ പടച്ചവനെ. സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്യുകയാണ്. ഒരു പിതാവ് അല്ലാഹുവിൻ്റെ കഅബാലയത്തിൻ്റെ മുറ്റത്ത് ചെന്ന് മഖാമ ഇബ്രാഹീമിൻ്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു, എൻ്റെ മകനെ നീ നന്നാക്കു പടച്ചവനെ.
അവൻ്റെ കള്ളുകുടി മാറ്റി പടച്ചവൻ അള്ളാഹു അവനെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടുള്ളവരെങ്ങനെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ നമ്മൾ വേറെ വഴികളാ. നമ്മുടെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ നമ്മൾ എവിടെ പോയാൽ ആ പ്രയാസം തീരുന്നത് എന്ന് പറഞ്ഞ് തേടി നടക്കും. പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുന്ന ചില സ്ഥലം. അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നത് എനിക്കറിയുന്ന കാര്യമാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ പള്ളിക്കകത്ത് അസമയത്ത് കാണുകയാണ്. അസമയത്ത് ഒരാൾ പള്ളിക്കകത്ത് നിൽക്കുന്നു. അസമയം എന്ന് പറഞ്ഞാൽ എപ്പോഴാ? പാതിരാത്രിയാ? ഒരാൾ പള്ളിയിൽ കാണാത്ത സമയം എപ്പോഴാ? ഒരു 9 മണി സമയം. ആ സമയത്ത് ആരും പള്ളിയിലുണ്ടാകില്ല, പകല്. ഒരാൾ പള്ളിയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താപ്പാ പള്ളിക്കകത്ത്? മുത്തി നബിയോട് വന്ന് പറഞ്ഞു, നബിയെ, കച്ചവടം മുഴുവനും തകർന്നുപോയി. കച്ചവടം മുഴുവനും തകർന്നുപോയി. വല്ലാത്ത കടമാണ് നബിയെ. വീട്ടിലേക്ക് കടക്കാർ വരുന്നത് എനിക്ക് വല്ലാത്ത പ്രയാസമാ. ഞാൻ കടക്കാരനായി മരിച്ചു പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു നബിയെ. എനിക്കൊരു വഴി പറഞ്ഞതാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവെ, കടക്കാരായി മരിച്ചു പോകുന്നവരെ തൊട്ട് നീ കാക്കണേ റബ്ബേ. നമുക്കത് നിസ്സാരമാ. നമ്മൾ നിസ്സാരമായിട്ടത് കാണുന്നത്. ചിലർക്കൊക്കെ വളരെ നിസ്സാരമാ സഹോദര. നമുക്കറിയോ, കടം മേടിച്ചാൽ കൊടുക്കാതെ കിടക്കണ ചില മഹാന്മാരുണ്ട്. അള്ളാഹു കാക്കമാറാകട്ടെ. അതാ പറഞ്ഞ 3 കാര്യം ചെയ്യാൻ പാടില്ല. 3 കാര്യം ചെയ്യരുത്. കടം മേടിക്കാൻ വലിയ മനസ്സാ. എത്ര ഫോൺ വിളിക്കും, എവിടെ വേണമെങ്കിലും വരും, എന്ത് വേണമെങ്കിലും ചെയ്യും. പൈസ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അണ്ണാച്ചി പിരിവിന് നടക്കുന്നത് പോലെ ഓൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കണം. താന്ന് കൊടുക്കൂല ചില ആൾക്കാർ. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദ് നബവിയിൽ ജനാസ കൊണ്ടുവച്ചാൽ നബിതങ്ങൾ ചോദിക്കും, ഹക്കടപാടുണ്ടോ? ഈ മയ്യത്തിന് വല്ല ഹക്കടപാടുണ്ടോ? കടം വല്ലതും ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറയും, നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചു കൊള്ളാൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. നബിതങ്ങൾ എന്തു പറയും? എന്താപ്പ പറയാ? നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചു കൊള്ളാൻ. കാരണം എന്തേ? ഈ കടക്കാരന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ കയറി നിസ്കരിക്കും. ചില ജനാസ കൊണ്ടുവെക്കുമ്പോൾ നബിതങ്ങൾ ചോദിക്കും, കടവുണ്ടോ? ഉണ്ട് നബിയെ. നബിതങ്ങൾ പറയും, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ. അപ്പോൾ ചില സഹാബത്ത് പറയും, ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന നബിയെ. ഇപ്പോഴാണ് നിസ്കരിക്കാറ്. അപ്പം കടക്കാരന് വേണ്ടി മയ്യത്ത് പോലും നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്ന. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കടക്കാരായി മരിച്ചു പോകുന്നവരെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അതിൻ്റെ മഹത്വം അത് തന്നെ പഠിക്കണം. കടത്തെക്കുറിച്ച് തന്നെ ഒരു ദിവസം വഴുതു പറയണം. 4-5 കാര്യങ്ങൾ എഴുതി വെക്കാതെ ഒരാളും ഉറങ്ങാൻ പാടില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. നിങ്ങൾക്കും അടുത്താ പിന്നെന്തെങ്ങനെ ഇരിക്കണേ? 5 കാര്യങ്ങൾ എഴുതി വെക്കാതെ ഉറങ്ങരുത്. ഒന്നി എഴുതി വെക്കണം, അല്ലെങ്കിൽ ഭാര്യയോട് പറയണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ 5 കാര്യങ്ങളിൽ ഒരു കാര്യം? പൈസ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ എഴുതി വെക്കുക തന്നെ വേണം. പണ്ടുള്ളവരുടെ ബെഡിനടിയിൽ ഒരു പേപ്പർ ഉണ്ടാകും. ഇന്ന് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടുള്ളവരുടെ കട്ടിലടിയിലൊക്കെ ഒരു പേപ്പർ ഉണ്ടാകും. ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട്, കിട്ടാനുള്ളതല്ല കൊടുക്കാനുള്ളത് എഴുതി വെക്കും. അള്ളാഹു കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. പേടിക്കണം സഹോദര. കാരണം ഞങ്ങളൊക്കെ അനുഭവിക്കുന്നവരാ. മയ്യത്ത് കുളിപ്പിച്ച് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കൊണ്ടുവെക്കും. ജനാസ പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് ഒളുവെടുത്തിട്ട് എല്ലാവരും വരുന്നത് വരെ കാത്തിരിക്കും. എല്ലാവരും ഒളുവെടുത്ത് കയറി വരുന്നത് വരെ ഉസ്താദ് മരണത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തും. എന്നിട്ട് അവസാന ഉസ്താദ് പറയും, ഈ കിടക്കുന്ന മനുഷ്യൻ ആരെങ്കിലുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെടണം. ഇങ്ങനെ ഉസ്താദ് പറയും. ഉസ്താദിൻ്റെ വാപ്പയാണോ കിടക്കണേ? അല്ല, ഉസ്താദിൻ്റെ വാപ്പയല്ല കിടക്കുന്ന. ഉസ്താദിൻ്റെ ജോലിയാ പറയൽ. സത്യത്തിൽ ഇതാരാ പറയേണ്ടത്? എടാ, നിന്റെ വാപ്പ മരിച്ചെങ്കിൽ നീയല്ലേ പറയണ്ടേ? എൻ്റെ ഉമ്മ മരിക്കുമ്പോൾ എൻ്റെ വാപ്പ മരിച്ചെങ്കിൽ എൻ്റെ ഉപ്പയുടെ ജനാസ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോൾ ആ മയ്യത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ എൻ്റെ ഉപ്പയുടെ ജനാസയാണ് ഈ കിടക്കുന്നത്, ആർക്കെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ
പൊരുത്തപ്പെടാൻ പറ്റുന്നവർ പൊരുത്തപ്പെട്, ഇല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെടു എന്ന് ധൈര്യത്തോടെ പറയണ എത്ര മക്കളുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അതുപോലും പറയാത്ത മക്കളുടെ കാലമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹുവെ, മരിക്കുന്ന സമയം ഹക്കടപാടുകൾ തീർത്ത് ഈമാനോടുകൂടി മരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. വിളിച്ചു ഞങ്ങൾക്ക് അങ്ങനെയുള്ള മരണം നൽകണേ റഹ്മാനെ. ഒരാൾക്ക് പോലും 5 നയാ പൈസ കൊടുക്കേണ്ട അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ബക്കറ്റുണ്ടോ? ബക്കറ്റ് പിരിവുണ്ടോ? സംഘാടകർ ബക്കറ്റ് എടുക്ക്. അള്ളാഹുവിനോട് പറയണം, പടച്ചവനെ കടക്കാരനാക്കി എന്നെ മരിപ്പിക്കരുത്. ഓടേണ്ടവർക്ക് ഓടാം, ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം. ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. അള്ളാഹുവിനോട് നിങ്ങൾ പൈസ എടുത്ത ബക്കറ്റിന്റെ അകത്തിടുമ്പോൾ അള്ളാഹുവിനോട് പറയണം, അല്ലാ പടച്ച റബ്ബേ, എന്നെ നീ കടക്കാരനാക്കി മരിപ്പിക്കല്ലേ അല്ലാ. ഹക്കടപാടുകൾ തീർത്ത് പടച്ചവനെ എല്ലാ ബാധ്യതകളും തീർത്ത് നല്ല നിലയിലാണ് എന്നെ മരിപ്പിക്കേണ്ടത്. എനിക്കൊരു നല്ല മരണം തരണം തമ്പുരാന് എന്ന ഒരു നീയത്തോടെ എല്ലാവരും സദഖ എടുത്തു. കൈകെട്ടിയിരിക്കുന്നവന് നീ പറയും, സിറാജെ എനിക്ക് കടമില്ലല്ലോ. എടാ, നിന്നെ കടക്കാരനാക്കാൻ അല്ലാഹുവിന് അധികം സമയം വേണ്ട. നിന്റെ കിഡ്നി അങ്ങ് അടിച്ചു പോയാൽ, നിന്റെ ലിവറിന്റെ പ്രവർത്തനം തീർന്നാൽ, നിനക്ക് ക്യാൻസർ വന്നാൽ, നീ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം നിനക്ക് വന്നാ എന്തു ചെയ്യും വാപ്പാ? എന്തു ചെയ്യും പെങ്ങള്? അസ്വദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞത്. സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്നാണ്. അപകടങ്ങളെ മാറ്റുമല്ലോ, ദുരന്തങ്ങളെ മാറ്റുമല്ലോ, പടച്ചവനെ മാരകമായ രോഗങ്ങളെ മാറ്റുമല്ലോ. അതുകൊണ്ട് വരുന്നതിന് മുമ്പേ ചികിത്സിക്കൂ, വരുന്നതിന് മുമ്പേ ചികിത്സിക്കൂ. അതുകൊണ്ട് സംഘാടകരെ കടന്നു വരികയാണ്. അൽഹംദുലില്ലാഹ്, ഈ പരിപാടിയുടെ ചിലവ് കഴിഞ്ഞ് എന്ത് കിട്ടിയാലും അത് മദ്രസയ്ക്കുള്ളതാണ്. ഒരു നല്ല ലക്ഷ്യത്തോട് കൂടി നടത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഒരാളും അവിടെ നിന്ന് മടി കാണിക്കാതെ അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തുകൊണ്ട് ബക്കറ്റിന്റെ അകത്തിടുമ്പോ തലയുടെ മുകളിൽ അള്ളാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യാ കാത്തു നിൽക്കുകയാ. അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ തലയുടെ മുകളിൽ നിൽക്കുകയാണ്. നീ ബക്കറ്റിന്റെ അകത്തേക്ക് പടച്ച റബ്ബ് തന്നതിൽ നിന്നൊരൽപ്പം കൊടുത്താ മലക്കുകൾ ദുആ ചെയ്യുന്നു, അല്ലാ ഈ മനുഷ്യനെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഒരു മലക്കിന്റെ ദുആ മതിയടോ, ഒരു മലക്കിന്റെ ദുആ മതിയടോ. നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടപ്പെടാറ്. കയ്യില് പൈസ വെച്ചിട്ട് ഇത്രയും പറഞ്ഞിട്ട് കൊടുക്കാൻ മനസ്സില്ലാതെ ഇരിക്കല്ലേ. അപ്പഴമ തലയുടെ മുകളിൽ മലക്ക് നിൽക്കുന്നുണ്ട്. ആ മലക്ക് പറയുന്നു, അല്ലാ നീ കൊടുത്തത് ഈ മനുഷ്യനെ പിടിച്ചു വെച്ചിരിക്കുന്നു റബ്ബേ. ഇതുപോലെ നീയമ പിടിച്ചു വെക്കണേ അല്ലാ. പോയി ചെറുപ്പക്കാരാ, എത്ര സമ്പാദിച്ചു വെച്ചാലും ബറക്കത്തില്ലെങ്കിൽ എന്ത് കിട്ടി വാപ്പാ? അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ. അല്ലാഹുവേ, ആരെല്ലാം ഈ സദഖ കൊടുക്കുന്നോ അവരെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. അറുത്തു മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്ന് നീ അവരെ കാക്കണേ അല്ലാ. ബക്കറ്റുമായിട്ട് പതുക്കെ പോയാൽ മതി കേട്ടോ, സ്പീഡൊന്നും വേണ്ട. എല്ലാവരുടെ മുന്നിൽ പോയി പൈസ മേടിച്ചോ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള അവസരം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കെട്ടിയിരിക്കേണ്ടവരൊക്കെ ഇരുന്നോ, ബക്കറ്റ് മുന്നിൽ വരുമ്പോൾ കെട്ടിയിരിക്കും. നിനക്ക് നല്ലതുപോലെ ഹദീസ് അറിയാം. സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്നറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ഉദാഹരണം ഞാൻ പറയാം. ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി വെപ്രാളത്തിൽ താമസിച്ചു, തിന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞ് ചാടി ബാത്റൂമിനകത്തോട്ട് കയറിയപ്പോൾ തെറ്റിയടിച്ച് താഴെ വീണു, തല പോയി തറയിലടിച്ചു. പൊക്കിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട്, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ പള്ളിയിലെ ഉസ്താദിൻ്റെ അടുക്ക വരും, ഉസ്താദെ 2000-ൻ്റെ നോട്ടെടുത്ത് കൈ കൊടുത്തിട്ട് പറയുക ദുആ ചെയ്യാൻ. വാപ്പ ഐസുവിലാണ്, ദുആ ചെയ്യണം ഉസ്താദെ.
ഭാര്യ ഐസുബിലാണ്, ദുആ ചെയ്യണം ഉസ്താദേ. കയ്യിൽ പൈസ കൊടുത്തിട്ട് നീ പറയുന്നു, അപ്പൊ നിനക്കറിയാം സദക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്നില്ലേ? അറിയാഞ്ഞിട്ടല്ലല്ലോ. അപ്പൊ സദക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്ന് നിനക്കറിയാം. എന്തിനാ വാപ്പ കാല് തെറ്റി വീഴുന്നത് വരെ കാത്തിരിക്കണേ? വീഴുന്നതിന് മുമ്പേ ചികിത്സിക്കണ്ടേ? വീണതിന് ശേഷം കൊടുക്കാൻ നിൽക്കുമ്പോ ആ വേദനയെങ്കിലും സഹിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് നീ സദക്ക കൊടുക്കുക. ബക്കറ്റ് കൊണ്ടുപോകുന്ന കാക്കായ്ക്ക് ഇത്തിരി സ്പീഡ് കൂടുന്നുണ്ട് കേട്ടോ. അക്കാ നിങ്ങളുടെ മോളെ കെട്ടിക്കാനല്ലല്ലോ, നിങ്ങൾ എന്തിനാ പേടിക്കണേ? നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള അവസരം നിന്ന് പേടിച്ചോ. അതൊരു യാചനയായിട്ട് കരുതണ്ട. ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.